എല്ലാവർക്കും സുഹൃത്താറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. കുട്ടികൾക്കെല്ലാം ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് വന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചോണം. കഴിഞ്ഞ 2 വർഷത്തിന് മുൻപ് വന്ന ഈസിനെസ് ഒന്നും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങളാണ് ഇനിയും നല്ലതുപോലെ ആക്ട് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. കാരണം ക്വസ്റ്റ്യൻ ഇടുന്നവർ ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടിക്കുന്നതല്ല, നിങ്ങൾ നല്ലതുപോലെ ഒന്ന് പഠിക്കണം എന്നുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് അവരിപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ അതിനെ ശ്രദ്ധിക്കണം. അല്ലാതെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിച്ച് അങ്ങ് രക്ഷപ്പെട്ടേക്കാം വലുതായിട്ട് എന്നുള്ളത് ആ ധാരണയൊന്നും വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടൊന്നും കാര്യമേ ഇല്ല. അടിപൊളിയായിട്ട് പഠിക്കണം, അടിപൊളി ക്വസ്റ്റ്യൻസ് പഠിക്കണം. ടഫാണോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, സൂപ്പറായിട്ട് പഠിക്കുക എന്നുള്ളേ ഉള്ളൂ. നമുക്കിപ്പം ഇന്നത്തെ ക്വസ്റ്റ്യനോട് കയറാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിക്കാമോനെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നൊക്കെ. RBA relation defined in capital Z means set of integers. Okay, defined by R is equal to set of all AB such that 2 divides A minus B. Check R is reflexive, symmetric, transitive or equivalence relation. Okay. നമുക്ക് അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇത് മൂന്നും കൂടി ശരിയാവുകയാണെങ്കിൽ വിളിക്കുന്ന പേരാണ് ഈക്വലൻസ് റിലേഷൻ. അപ്പോൾ നിങ്ങൾ ഈ 3 പേരെ എടുത്താൽ നമ്മൾ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കി തരും. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ട്, മീൻസ് ക്ലാസ്സുകളെല്ലാം തന്ന്, നോട്ട്സുകളെല്ലാം തന്ന്, ഇക്വേഷൻ ബുക്കിലെറ്റുകളെല്ലാം തന്ന്, എക്സാമിന് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസ് തന്ന്, ഓരോ എക്സാമിന് വേണ്ട സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്ന്, പബ്ലിക് എക്സാം ആകുമ്പോൾ ക്വസ്റ്റ്യനും തരും, ആൻസറും തരും. അടിപൊളിയായിട്ട് അങ്ങ് പഠിച്ചുകൊണ്ട് പോയാൽ മതി. നമ്മൾ ഓരോ വർഷവും എക്സാമിന് വേണ്ട ആ മാറ്റത്തിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസുകൾ അടുക്കി അങ്ങോട്ട് തരുന്നത്. മാർക്ക് അങ്ങ് വാങ്ങിച്ചാൽ മതി. നിങ്ങൾ സമയം കളയേണ്ട ഏതാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് റിഫ്ലെക്സീവ് ആണോ നോക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഹെഡിങ് അങ്ങോട്ട് എഴുതണം. എന്താണ് റിഫ്ലെക്സീവ്? എന്താണ് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാളിൽ നിന്നും അയാളിലോട്ട്, വേറെ ആളില്ല, ഒരാളിൽ നിന്നും അയാളിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് നോക്കിക്കണം എല്ലാവരും. ഫോർ എവരി എ എലമെൻറ്റ് ഓഫ് ഇസഡ്, ഇങ്ങനെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഫോർ എവരി എ എലമെൻറ്റ് ഓഫ് ഇസഡ്, ഇവിടെ എ മാത്രമേ എടുക്കാവുള്ളേ. എന്നിട്ട് രണ്ട് ഈ സെൻറ്റൻസ് ഇവനാ നമ്മുടെ കീ. 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്നല്ലേ. 2 ഡിവൈഡ്സ് എന്താ ഈ ഡിവൈഡ്സ് എന്ന് പറഞ്ഞാൽ എയെ ബി കൊണ്ട് കുറയ്ക്കുന്നത്, എയിൽ നിന്ന് ബി കുറയ്ക്കുന്നതിനെ 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, റിമൈൻഡർ ഇല്ലാതെ. അതാണ് 2 ഡിവൈഡ്സ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 2 ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് എഴുതരുത്, ബിക്ക് വരെ എന്ന് എഴുതിയേക്കണം കേട്ടോ. 2 ഡിവൈഡ്സ് എ മൈനസ് എ എന്നാണ്. വാട്ട് ഈസ് എ മൈനസ് എ? ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് എ മൈനസ് എ എത്ര മോനെ? 0. 2 ഡിവൈഡ്സ് 0 എന്നാണ് കിട്ടിയത്. ശരിയാണോ അല്ലയോ നമ്മളിപ്പോൾ തീരുമാനിച്ചോണം, പിന്നെ സമയമൊന്നുമില്ല. 2 കൊണ്ട് 0 ഡിവൈഡ് ചെയ്യാം. ശരിയല്ലേ മോനെ? നോക്കിക്കേ, 0/2 കറക്റ്റ് 0 എന്നല്ലേ കിട്ടുന്നത്. അവിടെ റിമൈൻഡർ വല്ലതും വരുമോ? അപ്പോൾ 2 ഡിവൈഡ് 0 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് 0 ഡിവൈഡ് ചെയ്യാം. ശരിയാ മോനെ? കറക്റ്റാ. ഈസ് ട്രൂ. ഓക്കെ, ഈസ് ട്രൂ. ഇംപ്ലൈസ് ഓർഡേർഡ് വെയർ എ എലമെൻറ്റ് ഓഫ് ആർ ഈസ് റിഫ്ലെക്സീവ്. കഴിഞ്ഞു, അത്രമേ ഉള്ളൂ, തീർന്നു, ശരിയായി. ഇപ്പോൾ 2 ഡിവൈഡ്സ് ഇവിടെ 0 സ്ഥാനത്ത് 1 എന്നാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ? 2 ഡിവൈഡ്സ് 1 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് 1നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ 2 ഡിവൈഡ് 0 ഈസ് ട്രൂ, ദെയർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്. ഓക്കെ, നെക്സ്റ്റ് എന്താ മോനെ? സിമെട്രിക്. സിമെട്രിക്കിന് അങ്ങോട്ട് ഹെഡിങ് എഴുതണം, സിമെട്രിക്. ഓക്കെ, സിമെട്രിക്കിന് അങ്ങോട്ട് ഹെഡിങ് എഴുതിയ ശേഷം നമ്മൾ ആദ്യം ഫോർ എവരി, എപ്പോഴും ഇങ്ങനെ ഫോർ എവരി എ കോമ ബി എലമെൻറ്റ് ഓഫ് ഇസഡ് 2 പേരെ എടുക്കണം. സിമെട്രിക്കിന് 2 പേര്, ട്രാൻസിറ്റീവിന് 3 പേർ. കറക്റ്റായി. ഇപ്പോൾ റിഫ്ലെക്സിന് 1, സിമെട്രിക്കിന് 2, ട്രാൻസിറ്റീവിന് 3. ഈ ഓർഡറിലായിരിക്കണം എപ്പോഴും പോകേണ്ടത്. ഫോർ എവരി എ കോമ ബി എലമെൻറ്റ് ഓഫ് ഇസഡ് എന്നതിന് ശേഷം ഓർഡേർഡ് പേർ എ ബി എലമെൻറ്റ് ഓഫ് ആർ. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ബിയിലോട്ട്. ശ്രദ്ധിക്കുക, എയിൽ നിന്നും ബിയിലോട്ട് ഈ റിലേഷൻ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യണം. അവസാനം ബിയിൽ നിന്നും എയിലോട്ട് ഈ റിലേഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇവിടുന്ന് അങ്ങോട്ട് അസ്യൂം, അവിടുന്ന് ഇങ്ങോട്ട് പ്രൂവ്. ഓക്കെ, അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം എ ബി എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് നോക്കി എഴുതണം മോനെ. 2 ഡിവൈഡ്സ് എ മൈനസ് ബി. ഓക്കെ ആണല്ലേ? എന്നിട്ട് എന്താണെന്നറിയാമോ? ദാറ്റ് ഈസ് 2 ഡിവൈഡ്സ് ബി മൈനസ് എ എന്ന് എഴുതണം. എയിൽ നിന്ന് ബിയിലോട്ടുണ്ട് അസ്യൂം ചെയ്തു,
ബിയിൽ നിന്ന് എയിലോട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോകും. അതിനുവേണ്ടി എയുടെ സ്ഥാനത്ത് ബി ആക്കണം, ബിയുടെ സ്ഥാനത്ത് എ ആക്കണം. 2 ഡിവൈഡ്സ് എ മൈനസ് ബി ആണെങ്കിൽ 2 ഡിവൈഡ്സ് ബി മൈനസ് എ ആകുമോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിൾ എടുക്കാം, നോക്കാം. ഇപ്പോൾ നോക്കിയേ, 2 നമ്പർ 2 ഡിവൈഡ്സ് 8 മൈനസ് വലിയ നമ്പർ എടുക്കാം 10 മൈനസ് 4. 2 ഡിവൈഡ്സ് 10 മൈനസ് 4 ശരിയാണോ തെറ്റാണോ? 2 ഡിവൈഡ്സ് 10 മൈനസ് 4. 10 മൈനസ് 4 എത്ര മോനെ? 6. ഇപ്പോൾ 2 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാം, ശരിയല്ലേ? 2 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാം, 6/2 3 കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 ഡിവൈഡ്സ് 4 മൈനസ് 6 ശരിയാണോ? 6 10 മൈനസ് 4 എത്രയായിരുന്നു മോനെ? 6 ആണ്. അങ്ങനെയാണെങ്കിൽ 4 മൈനസ് 10 4 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്ര? -6. -6നെ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 10 മൈനസ് 4 6 ആണെന്നറിയാം, നമുക്ക് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ തിരിച്ചെഴുതിയാൽ 4 മൈനസ് 10നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 4 മൈനസ് 10 -6. -6നെയും 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മോനെ? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൂ ആണ്. അപ്പോൾ 2 ഡിവൈഡ്സ് ബി മൈനസ് എ ഈസ് ആരാ മോനെ? ട്രൂ. ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ ബി എ എലമെന്റ് ഓഫ് ആർ, therefore ആർ ഈസ് എന്തായിരുന്നു? ആർ ഈസ് സിമെട്രിക്. ഓക്കെ, അപ്പോൾ അവനെ കൊണ്ടുള്ള ശല്യം കഴിഞ്ഞില്ലയോ? പ്രശ്നക്കാരനാണ്. നെക്സ്റ്റ് എന്താ മോനെ? ട്രാൻസിറ്റീവ്. ഓക്കെ, ട്രാൻസിറ്റീവ് എഴുതുമ്പോൾ ഇതൊക്കെ ട്രാൻസിറ്റീവ് എന്ന് വായിച്ചോണം കേട്ടോ. 3 പേരെ എടുക്കണം. ആരൊക്കെയാ? എ ബി സി. ഇവിടെ എയും ബിയും ക്വസ്റ്റ്യൻ തരും, നമ്മളായിട്ട് ഒരാളെ അങ്ങോട്ട് എക്സ്ട്രാ എടുക്കണം. എ ബി സി എലമെൻറ്റ് ഓഫ് ഇസഡ് ഏതാണ്ട് ഇത്. ഓക്കെ, എന്നിട്ട് ഇപ്പം നിങ്ങൾ ഒരു ഓർഡേർഡ് പെയർ എഴുതിയെങ്കിൽ നിങ്ങൾ 2 ഓർഡേർഡ് പെയർ എഴുതണം. 2 ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ എ ബി എലമെൻറ്റ് ഓഫ് ആർ, ഓർഡേർഡ് പെയർ ബി സി എലമെൻറ്റ് ഓഫ് ആർ. ചുമ്മാ നമ്മൾ 2 പേരെ എഴുതുന്നതിന് എന്നാ ബുദ്ധിമുട്ട് അല്ലേ? എന്നിട്ടുണ്ട് ഈ സെൻറ്റൻസ് ഉണ്ടല്ലോ 2 തവണ എഴുതണം. ഇവിടെ ഇപ്പോൾ നമ്മൾ 1 തവണ എഴുതപ്പോൾ 1 തവണ ആ സെൻറ്റൻസ് എഴുതി. ഇവിടെ 2 ഓർഡേർഡ് പേർ എഴുതപ്പോൾ 2 തവണ. അത് എങ്ങനെയൊക്കെയാണ് നോക്കിക്കുക. എ ബിയെ വെച്ചുകൊണ്ട് പറയുമ്പോൾ ഇത് തന്നെ എഴുതണം. 2 ഡിവൈഡ്സ് ആരാ? എ മൈനസ് ബി. ബി സിയെ വെച്ചുകൊണ്ട് എഴുതുമ്പോൾ ബി മൈനസ് എ അല്ലെങ്കിൽ 2 ഡിവൈഡ്സ് ബി മൈനസ് സി. ഇവിടെ ഇംപ്ലൈസ് ഇട്ടാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ 2 ഡിവൈഡ്സ് എ മൈനസ് ബി, എ ബി എലമെൻറ്റ് ഓഫ് ആർ, ബി സി എലമെൻറ്റ് ഓഫ് ആറിനെ 2 ഡിവൈഡ്സ് ബി മൈനസ് സി. മോനെ എ മൈനസ് ബിയെ 2 കൊണ്ട് ഹരിക്കാം, ബി മൈനസ് സിയെയും 2 കൊണ്ട് ഹരിക്കാം. അങ്ങനെയാണെങ്കിൽ 2 ഡിവൈഡ്സ് എ മൈനസ് സി ശരിയാകുമോ ഇല്ലയോ? എ മൈനസ് ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബി മൈനസ് സിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ 2 കൊണ്ട് എ മൈനസ് സിയെ പറ്റുമോ നോക്കാം. നമുക്ക് അതിന് വേണ്ടി 3 നമ്പറിനെ എടുക്കാം. സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ ഈ സ്പേസിലൊക്കെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ 3 നമ്പറിനെ എടുക്കുക കേട്ടോ. 3 നമ്പർ എന്ന് പറഞ്ഞാൽ 20 എഴുതി, 12 എഴുതി, 4 എഴുതി. ഓക്കെ, 20, 12, 4. 20 മൈനസ് 12നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമല്ലോ. 20 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8നെ 2 കൊണ്ട് ഹരിക്കാം. ഇനി 12 മൈനസ് 4നെ 12 മൈനസ് 4 എത്ര മോനെ? 8. 8നെ നമുക്ക് ആരുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 12 മൈനസ് 4 8നെ നമുക്ക് ആരുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 20 മൈനസ് 12നെയും 2 കൊണ്ട് ഹരിക്കാം. 12 മൈനസ് 4നെയും നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാം? 12 മൈനസ് 4നെ ഹരിക്കാം. അങ്ങനെയാണെങ്കിൽ 20 മൈനസ് 4നെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. 20 മൈനസ് 4 16. 16നെ നമുക്ക് ആരുകൊണ്ട് ഹരിക്കാം? 2 കൊണ്ട് ഹരിക്കാം അല്ലേ? അപ്പോൾ 2 ഡിവൈഡ്സ് എ മൈനസ് ബി, 2 ഡിവൈഡ്സ് ബി മൈനസ് സി ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് എ മൈനസ് സി എഴുതുന്നതിന് ഇത്തിരി രസം കുറവുണ്ട് അല്ലേ? കറക്റ്റ് ആക്കുന്നത് എങ്ങനെ മോനെ നോക്കിക്കോണേ. 2 കൊണ്ട് എ മൈനസ് ബി ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ബി മൈനസ് എ ഡിവൈഡ് ചെയ്യാമെങ്കിൽ 2 ഡിവൈഡ്സ് നമുക്ക് എന്താ കിട്ടേണ്ടത്? 2 ഡിവൈഡ്സ് എ മൈനസ് സി എന്നാണേ. അത് കിട്ടുന്ന രീതി നോക്കിക്കോണേ. 2 ഡിവൈഡ്സ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് എ. ഇങ്ങനൊരു സ്റ്റെപ്പ് കൂടെ എഴുതിയാൽ ടീച്ചേഴ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചെഴുതിയെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ എ മൈനസ് ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബി മൈനസ് എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ അതിൻ്റെ സമ്മിനെയും നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 നമ്പർ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇയാൾ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇയാളും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമ്മിനെ നമുക്ക് ഉറപ്പായിട്ടും 2 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ മൈനസ് ബിയും പ്ലസ് സിയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ, മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2 ഡിവൈഡ്സ് ആരെന്ന് കിട്ടി മോനെ? എ മൈനസ് സി. നമ്മൾ ചുമ്മാ എഴുതുന്നതിന് മുമ്പായിട്ട് ഈ സ്റ്റെപ്പ് എഴുതിയാൽ നല്ലതാണ്. ഇത് എഴുതിയില്ലെങ്കിലും മാർക്കൊക്കെ കിട്ടും. പക്ഷേ ഇത് എഴുതുന്നതുകൊണ്ട് ടീച്ചറിന് നിങ്ങളോടുള്ള ഒരു റെസ്പെക്ട് മീൻസ് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചു എന്നുള്ളത് തോന്നും. ദാറ്റ് ഈസ് 2 ഡിവൈഡ്സ് എ മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡേർഡ് വെയർ എ സി എലമെൻറ്റ് ഓഫ് ആർ. therefore ആർ ഈസ് എന്തായി? ട്രാൻസിറ്റീവ്.
മൂന്ന് വായി കഴിഞ്ഞാൽ therefore R is an എന്താണ് ഈക്വലൻസ് റിലേഷൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇതിന് നമുക്ക് 3 മാർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് പല കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല എന്നുള്ളത് നമുക്കറിയാം. എന്ന് പറഞ്ഞുകൊണ്ട് എക്സാമിന് വരാതിരിക്കുമോ? വരികയും ചെയ്യും. അപ്പോൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലോ നിങ്ങൾക്ക് പറ്റുന്നിടത്തോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചില പ്രോബ്ലംസുകൾ ചിലർക്ക് ചില രീതിയിൽ കൂടെ പറയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.